കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ കങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. കങ് ഒരു ഫയർ ഫൈറ്റർ ആണ്. അദ്ദേഹം ഇപ്പോൾ വളരെ വെപ്രാളത്തിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നു. അവിടെ ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിന്റെ വൈഫ് മരണപ്പെട്ട വിവരം അറിഞ്ഞ് ആകെപ്പാടെ തകർന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം കങ് ഒരു ഫയർ ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അപകടഘട്ടങ്ങളിൽ സഹായിക്കുന്നതും രക്ഷിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ ജോലിയുടെ ഒരു ഭാഗം ആയതുകൊണ്ട് അത് വളരെയധികം ഇൻവോൾവ് ആയി ചെയ്യുന്ന ഒരാളായിരുന്നു കങ്. ഇപ്പൊ തന്നെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കങ് ആകെപ്പാടെ തിരക്കിലായിരുന്നത് കൊണ്ട് കങ്ങിന്റെ വൈഫിനെ ആ ഒരു സമയം കങ്ങിന് നഷ്ടപ്പെട്ടു. ആ ഒരു സങ്കടം കാരണം ഏതൊരു അറ്റം വരെ പോയും എത്ര അപകടം പിടിച്ച ഘട്ടത്തിൽ നിന്നും തനിക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചെടുക്കണം എന്ന ആ ഒരു തീരുമാനം തന്റെ വൈഫിനെ നഷ്ടപ്പെട്ട ആ ഒരു നിമിഷം കങ് ഉള്ളിലെടുത്തതാണ്. എന്തായാലും ആ ഒരു ഡിപ്രഷൻ കങ്ങിന്റെ ലൈഫിൽ നിന്ന് മാറാൻ കുറച്ചധികം മാസങ്ങൾ എടുത്തു. പതിയെ വൈഫിന്റെ മരണത്തിൽ നിന്ന് റിക്കവർ ആയി വരുന്ന കങ് പിന്നീട് ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്. അവിടെയാണ് നമ്മുടെ കഥാനായികയായ മിസു വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്. ഇപ്പൊ അവിടെ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് അവർക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയം ന്യൂറോ ഡോക്ടർ വരാനായിട്ട് ആ പേഷ്യന്റിന് ചികിത്സ കൊടുക്കാതെ അവിടെയുള്ള മറ്റു ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പക്ഷെ മിസു ആകട്ടെ ആ ഒരു പേഷ്യന്റിന് ഒരു ആവശ്യമില്ലാണ്ട് ചെന്ന് പരിശോധിച്ച് അവരുടെ ശരീരത്തുള്ള ചില പാടുകളൊക്കെ കണ്ട് ഇത് ആരോ ഉപദ്രവിച്ച പാടാണ്, ഒരുപക്ഷെ ഹസ്ബൻഡ് ഉപദ്രവിച്ചതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു അവർക്ക് ഒരു മെഡിസിൻ കൊടുക്കുന്നു. പക്ഷെ കൂടെയുള്ള ഡോക്ടർ അപ്പോഴേ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്യണ്ട, ന്യൂറോ ഡോക്ടർ വരട്ടെ, വെയിറ്റ് ചെയ്യാം. പക്ഷെ അതൊന്നും തന്നെ മിസ്സു കേട്ടില്ല. കൂടാതെ ഈ പാടുകളൊക്കെ അടിച്ചതായിട്ട് തോന്നുന്നില്ല, ഏതോ മരുന്ന് മാറ്റി കുത്തിയതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് തോന്നുന്നു സഹപ്രവർത്തക പറഞ്ഞിട്ടും അത് മിസ്സു കേൾക്കാതെ അങ്ങനെ മരുന്ന് കൊടുത്ത് ഹസ്ബൻഡുമായി സംസാരിക്കുകയാണ്. മിസ്സു കൊടുത്ത മരുന്ന് കിട്ടിയപ്പോഴേ അവര് വേദന മറന്ന് മയക്കമായിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കൊണ്ടുപോക്കുമെന്ന് മിസ്സു പറയുന്നത് കേൾക്കാതെ, ഇല്ല ഞങ്ങൾക്ക് ന്യൂറോ ഡോക്ടറിനെ കാണണം, എന്റെ വൈഫിന് ഭയങ്കര വേദനയാണ്, അവൾ ഇങ്ങനെ നിലവിളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നെല്ലാം ഹസ്ബൻഡ് പറയുമ്പോൾ നിർബന്ധിച്ച് താനല്ലല്ലോ ഞാനല്ലേ ഡോക്ടർ, പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി വിടാണ്. മിസ്സു ഇതൊക്കെ ചെയ്യുന്നത് ഡയറക്ടറിന്റെ മുന്നിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ താൻ ഇടപെട്ടു, കാര്യങ്ങൾ സോൾവ് ചെയ്തു എന്ന ഒരു നല്ല പേര് പിടിച്ചു പറ്റണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ്. പക്ഷെ അവിടെയാണ് അപകടം തുടങ്ങിയത്. ഈ ഡിസ്ചാർജ് ആയി പോയ ഈ ഒരു വൈഫ് യാത്രാമധ്യേ തീരെ വയ്യാണ്ടാവുന്നു. ഭാര്യയെ കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ഭർത്താവ് നടു റോഡിൽ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ആളുകൾ അത് കണ്ട് ഓടിക്കൂടുന്നു. അതുവഴി വരുന്ന ജോലിക്ക് പോവുകയായിരുന്നു ഒരു കൂട്ടം ഫയർ ഫൈറ്റേഴ്സും അത് കണ്ട് അവരെ സഹായിക്കാനായി വരുന്നു. അങ്ങനെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയം ന്യൂറോ ഡോക്ടർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പരിശോധിച്ച് പറയുന്നത് ബ്രെയിനില് ബ്ലീഡിംഗ് ആയിട്ടുണ്ട്, സീരിയസ് ആയ ഒരു പ്രശ്നമാണ്, എന്തായാലും ഉടനടി ഈ സ്റ്റേജിലേക്ക് പോകില്ല, കുറെ മുന്നേ തൊട്ടേ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ സൂചനകള് വയ്യാഴികയായി കാട്ടി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ എന്താ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാഞ്ഞെന്ന് പറഞ്ഞ് ഡോക്ടർ ഈ അനാവസ്ഥയെ പറ്റി കുറ്റപ്പെടുത്തുമ്പോഴാണ് ഹസ്ബൻഡ് നേരെ കലിയിളകി മിസ്സുവിന്റെ അടുത്തേക്ക് പോകുന്നത്. കാരണം മിസ്സു ആണല്ലോ ഒന്നുമില്ല ഡോക്ടറിനെ കാണണ്ടെന്നൊക്കെ പറഞ്ഞു വിട്ടത്. അങ്ങനെ അവിടെ എത്തി മിസ്സുവിനെ കാണാതെ മറ്റു ഡോക്ടറിനോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹസ്ബൻഡ്. ആ ശബ്ദം കേട്ട് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കങ്ങ് പിടിച്ച് സമാധാനിപ്പിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും ദേഷ്യം എന്ന കങ്ങിനെ പോലും അദ്ദേഹം തള്ളി എറിയാണ്. വൈഫിന്റെ അവസ്ഥ ഓർത്തുള്ള ടെൻഷനാണെന്ന് മനസ്സിലാക്കുന്ന കങ്ങ് അവനും ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് വളരെ സമയോചിതമായി ശാന്തമായി ഇടപെടുന്നു. ഇതേ സമയം മിസ്സുവിനോട് അവരെ കാണിച്ച അനാവസ്ഥയുടെ പേരിൽ അവരുടെ ശ്രദ്ധയില്ലായ്മയുടെ പേരിൽ അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന് ഡോക്ടർ അറിയിക്കുന്നു. 3 വർഷത്തേക്കാണ് മിസ്സുവിനെയും മിസ്സുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഡോക്ടറിനെയും സസ്പെൻഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ആയിരുന്നില്ല മിസ്സു അത് ചെയ്തത്. ആ സ്ത്രീ വേദന എടുത്ത് നിലവിളിക്കുന്നത് കണ്ടപ്പോ ഡോക്ടർ വരുന്നത് വരെ അവർക്ക് ഈ വേദന ഇനിയും സഹിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് അവർക്ക് കണ്ടു നിൽക്കാൻ വയ്യാതെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അവൾ അങ്ങനെ മരുന്ന് കൊടുത്തത്. പക്ഷെ അത് ഇത്രയും വലിയ പ്രശ്നമാവുന്ന ആ സമയത്ത് ചിന്തിച്ചിരുന്നില്ല. എന്തായാലും 3 വർഷം തന്റെ കരിയറിൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുന്നത് വലിയ വലിയ നഷ്ടമാണെന്ന് മനസ്സിലാക്കുന്ന മിസ്സു നേരെ ഒരു അഡ്വക്കേറ്റിനെ ഫ്രണ്ടുമായി ചെന്ന് കാണുന്നു. അഡ്വക്കേറ്റിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അഡ്വക്കേറ്റ് പറയുന്നത് എന്തായാലും ഇത് തെറ്റ് തന്നെയാ, അപ്പൊ ഇതിൽ നിന്ന് അത്ര എളുപ്പം എസ്കേപ്പ് ആവാൻ സാധിക്കില്ല, പിന്നെയുള്ള ഒരേ ഒരു വഴി അവർക്ക് നിങ്ങൾക്കെതിരെ പരാതിയില്ല എന്ന് പറയണം. ആ ഹസ്ബൻഡ് ആവശ്യപ്പെട്ടിട്ടും മറ്റു ഡോക്ടറിനെ കാണാൻ അനുവദിക്കാതെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു എന്ന വാദം പൊളിക്കണം. അത് അവരെ കൊണ്ട് തന്നെ പിൻവലിപ്പിക്കാനായി അവരിപ്പോ തിരിച്ചു വന്നു കഴിഞ്ഞ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചതിന്റെ ഇടയിൽ ഒരു ഫയർ ഫൈറ്ററിനെ അടിച്ചിട്ടു എന്നല്ലേ പറഞ്ഞത്, അയാളുടെ മുക്കിൽ നിന്ന് രക്തവും വന്നിരുന്നില്ലേ, അപ്പോ ആ പറഞ്ഞ ആളിനെ കൊണ്ട് ഇയാൾക്കെതിരെ കേസ് കൊടുപ്പിക്കണം. അങ്ങനെ ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവദോഷമുള്ള ആളാണെന്നും അയാളുടെ ഭാര്യയെ ഉപദ്രവിച്ചിരുന്നു എന്ന രീതിയിലും നമുക്ക് കാര്യങ്ങൾ വരുത്തി തീർക്കാം. അല്ലാതെ ആ ഒരു കാര്യം കൊണ്ട് അയാളെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുക എന്നതല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലെന്നല്ല അഡ്വക്കേറ്റ് പറയുമ്പോ ശരി ഞാൻ അയാളെ കണ്ടു നോക്കാം, എനിക്കിതിപ്പോ വലിയ ആവശ്യമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു മിസ്സു നമ്മുടെ കങ്ങിനെ കാണാനായി പോകുന്നു. അങ്ങനെ കങ്ങിനോട് തന്റെ വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തിട്ട് കങ്ങിനെ അടിച്ച അയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോ അയാള് തള്ളിയിട്ടപ്പോ മൂക്കിന്ന് തട്ടി രക്തം വന്നു എന്നത് ശരിയാണ്, പക്ഷെ ഇതൊന്നും വലിയ സംഭവമല്ലെന്നും ഇതിനൊന്നും ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നില്ലെന്നും കങ്ങ് പറയുമ്പോ കങ്ങിനെ വളരെ ഫോഴ്സ് ചെയ്ത് മിസ്സു കേസ് കൊടുപ്പിക്കാനായി നോക്കുന്നു. മിസ്സുവിന്റെ ദുരുദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുന്ന കങ്ങ് ആകട്ടെ കേസ്
വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ മിസുവിനെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഓടിച്ചു വിടുന്നു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയെങ്കിലും വിട്ടുകൊടുക്കാനായിട്ട് മിസു തയ്യാറായിരുന്നില്ല. അവൾ പിന്നീട് മേക്കപ്പ് ഒക്കെ പതിവിലും കൂടുതൽ ഇടുന്നത് കാണുന്ന അവളുടെ ഫ്രണ്ടിന് ഇവളെ പോലെ സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണല്ലോ. പുള്ളിക്കാരിക്ക് ഇതിനൊക്കെ കൂട്ടി നിന്നു എന്ന പേരിലാണ്. എന്തായാലും എന്തിനാ ഇത്ര മേക്കപ്പ് ഒക്കെ ഇടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആ കങ്ങ് കേൾക്കുന്നില്ല, അതുകൊണ്ട് എന്റെ സൗന്ദര്യം കാണിച്ചൊന്ന് മയക്കിയെടുത്ത് മനസ്സ് മാറ്റാന്ന് വിചാരിച്ചിട്ടാണെന്നെല്ലാം അവൾ പറയുന്നുണ്ടെങ്കിലും അവൾ ഇട്ടിരുന്ന മേക്കപ്പ് കണ്ട് ഫ്രണ്ടിന് ചിരി വന്നിട്ട് വയ്യ. കാരണം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ പേരിൽ ഫ്രണ്ട് കുറെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇതേ സമയം അന്ന് കങ്ങിനും ടീമിനും ജോലി വന്നത് റോഡിൽ മറിഞ്ഞ ഒരു വലിയ ലോറിയിൽ ഉണ്ടായിരുന്ന കുറെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ റോഡിൽ കലപില ഓടി നടക്കാണ്. അതുങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ജോലിയാണ്. അവിടെ കങ്ങ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന മിസു കങ്ങിനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ദുരുദ്ദേശം ഇപ്പോഴും അറിയാവുന്ന അവൻ പോയെന്നും പറഞ്ഞ് അവളെ ഓടിച്ചു വിടുന്നു. അല്പം നല്ലവണ്ണം സ്ട്രിക്റ്റ് ആയി തന്നെയാണ് അവളോട് അവൻ പെരുമാറുന്നത്. ഇങ്ങനെ പോയാ ഇതൊരു നടക്കി പോകില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ മരിക്കാൻ പോവുകയാണെന്നൊരു സീൻ ഉണ്ടാക്കാനായി തീരുമാനിക്കുന്നു. അതിനൊരു പാലത്തിന് മുകളിൽ കയറി നിന്ന് അവൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നവരെ റെസ്ക്യൂ ചെയ്യാനായി എത്തുന്ന കങ്ങും ടീമും എത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് ചുമ്മാ ഓവർ ഡ്രാമ കാണിക്കാതെ ഇറങ്ങി വരാനായി കങ്ങ് ഇവളുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവൾ വലിയ ജാടയിൽ ഒരു പോസ് കൊടുക്കാൻ നോക്കിയതാ. പക്ഷെ കാല് സ്ലിപ്പായി വീഴാനായി പോകുന്നതും കങ്ങ് ഭാഗ്യവശാൽ കയറി പിടിക്കുന്നു. അയ്യോ എന്നെ വിടല്ലേ, എന്നെ താഴെ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവള് നിലവിളിക്കുമ്പോ പിന്നെ എന്തിനാണ് ഇത്രയും ഷോ എന്ന് പറഞ്ഞ് കങ്ങ് അവളെ പുറത്തേക്ക് ഇറക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇവരെ മെനക്കെടുത്താനായി വെറുതെ ഒരു ഡ്രാമ കാണിച്ചു എന്ന പേരിൽ ഫൈൻ അടപ്പിക്കാനായി ഒരുങ്ങുന്നു. ഈ സമയം ഒടുക്കം കരഞ്ഞ് കൈയും കാലും പിടിച്ചൊക്കെ ഒരുവിധം ഫൈൻ ചെയ്യുന്ന എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പോഴും പ്രധാന ആവശ്യം നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യാം എന്ന ആലോചനയിലാണ്. അപ്പോഴാണ് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വോളണ്ടറി സർവീസിന് ആളെ എടുക്കുന്നു, താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം എന്നത് കാണുന്നത്. എന്തായാലും താൻ 3 വർഷത്തേക്ക് സസ്പെൻഡ് ആയിരിക്കുകയാണ്. ഇനി സസ്പെൻഷൻ മാറ്റണമെങ്കിൽ കങ്ങ് കനിയണം. അതുകൊണ്ട് തന്നെ ഇവിടെ ചേർന്ന് കങ്ങിന്റെ മനസ്സ് മാറ്റാന്ന് തീരുമാനിച്ച് മിസു അവിടെ വോളണ്ടറി സർവീസിന് അവളുടെ സുഹൃത്തുമായി ചേരുന്നു. അങ്ങനെ ഇവരുടെ ഫസ്റ്റ് ഡേ തന്നെ നല്ലൊരു പണി വരുന്നുണ്ട്. ഒരു കള്ളുകുടിയൻ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്ന് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചാടും എന്ന് പറഞ്ഞ് അയാളോട് മര്യാദയുടെ രീതിയിൽ ഇറങ്ങാനൊന്നും പറഞ്ഞിട്ട് അയാളോട്ട് കേൾക്കുന്നുമില്ല. താഴെ അയാൾ വീണാലും പരിക്കേൽക്കാതിരിക്കാനുള്ള എയർ ബാഗും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറങ്ങാൻ പറഞ്ഞിട്ട് കേൾക്കാതെ നിൽക്കുന്ന അയാളുടെ പിറകിന്ന് വന്ന് പിടിച്ച് താഴേക്ക് ചാടുകയാണ് കങ്ങ്. അങ്ങനെ സേഫായി അയാളെ ഇറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ആരും തന്നെ ഇത്രയും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായി താൻ എന്തിനെ റിസ്കി പെടണം എന്ന ഒരു ചിന്ത ഈ ഫയർ ഫൈറ്റേഴ്സിനും ഒക്കെ ഉണ്ട്. പക്ഷെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഏതറ്റം വരെ പോയും ആരെ രക്ഷിക്കാനും കങ്ങ് അയാളുടെ ഭാര്യയുടെ മരണശേഷം തന്റെ ഭാര്യയെ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് തയ്യാറാണ്. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാവരും കൂടി ടീമായി ഡ്രിങ്ക്സ് അടിക്കാനായി പോകുന്നു. ആ ഒരു സമയത്ത് കങ്ങിനെ ചുറ്റിപ്പറ്റി മിൻസു നടക്കുന്നതിന്റെ പേരിൽ കങ്ങ് ദേഷ്യപ്പെടുമ്പോ എനിക്ക് നിങ്ങളെ ഇഷ്ടം, അതുകൊണ്ട് പിറകെ നടക്കുന്നതെന്നല്ല അവൾ ഇങ്ങനെ പറയുമ്പോൾ അവൻ ഇഗ്നോർ ചെയ്ത് വിടാണ്. ബാക്കി കൊളീഗ്സ് ഒക്കെ കുറച്ചു നേരം ഡ്രിങ്ക്സ് അടിച്ച് സംസാരിച്ചിരുന്ന് കഴിഞ്ഞു പോയെങ്കിലും കങ്ങ് വീണ്ടും തന്റെ കൂടെ ഡ്രിങ്ക്സ് അടിക്കാൻ വരണമെന്നും പറഞ്ഞ് മിസ്സു ക്ഷണിക്കാണ്. പക്ഷെ കങ്ങ് ഒരു രീതിയിലും കൂടെ ചെല്ലാണ്ടാവുമ്പോ തലകറങ്ങി വീണ് കങ്ങിനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട് മിസ്സു. അത് കണ്ട് അവൻ അവളെ എടുത്തോണ്ട് പോകുമ്പോ ഹലോ ഞാനിപ്പോ ഓക്കെ എടുത്തോണ്ടൊന്നും പോണ്ടെന്ന് പറയുന്നവൾ വാ ഡ്രിങ്ക്സ് അടിക്കാമെന്ന് പറയുന്ന ടീം ഇപ്പോഴല്ലേ നീ തലകറങ്ങി വീണത്, പിന്നെ എന്തിനാ ഡ്രിങ്ക്സ് അടിക്കുന്നതെന്ന് കങ്ങ് ചോദിക്കുമ്പോ തലകറങ്ങി വീണത് ഒന്നെങ്കിൽ ഷുഗർ കുറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്റെ സ്ട്രെസ് കാരണമായിരിക്കാം. രണ്ടാണെങ്കിലും ഡ്രിങ്ക്സ് അടിക്കാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് അവൾ നിർബന്ധിക്കുമ്പോ അങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് ഡ്രിങ്ക്സ് അടിച്ച് കഴിയുമ്പോഴേക്കും ആകെപ്പാടെ ഫിറ്റ് ആവുന്ന കങ്ങ് അവിടെ തന്റെ വൈഫിന്റെ ഓർമ്മയില് അപ്പുറത്തെ ടേബിളിൽ ഇരുന്ന ഒരു സ്റ്റൂളും എടുത്ത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുമ്പോ ഇയാളിത് എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ആ ടേബിളിൽ ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരുന്ന ആള് കങ്ങിനെ അടിക്കുന്നു. അത് കണ്ട് ദേഷ്യം വരുന്ന മിസു അയാളുടെ ചെവി കടിച്ചു പറിക്കുകയാണ്. അങ്ങനെ ഇത് പോലീസ് കേസ് ആവുന്നു. കങ്ങൊന്നും ചെയ്യാത്തതിന്റെ പേരിൽ അയാൾക്ക് കങ്ങിനോട് കേസില്ലാത്തതുകൊണ്ട് കങ്ങിനെ വെറുതെ വിടുന്നുണ്ട്. അങ്ങനെ കങ്ങ് വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ ബോധം വരുന്ന സമയത്താണ് മിസു തനിക്ക് വേണ്ടി ഇപ്പൊ ഇങ്ങനെ പോലീസ് കേസിൽ പെട്ടെടുക്കാണ്. ഇനി ഈ കേസും കൂടി ആയി കഴിഞ്ഞാൽ മിസുന്റെ ഡോക്ടേഴ്സ് മെഡിക്കൽ ലൈസൻസ് തന്നെ കട്ടായി പോകുമെന്നത് മനസ്സിലാവുന്നത്. തുടർന്ന് കങ്ങ് വേഗം തന്നെ മിസുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായി ചെല്ലുമ്പോ മിസു ഓൾറെഡി അവള് മരിക്കൂന്ന് പേടിപ്പിക്കാനായി പാലത്തിന്റെ മുകളിൽ കയറി നിന്നപ്പോ ഫൈൻ അടയ്ക്കാൻ ഒരു കേസ് ആയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഫൈൻ അടപ്പിക്കാതിരിക്കാനായി ഒരു പോലീസുകാരനുമായി എന്റെ ചേട്ടനെ പോലെയാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. പുള്ളിക്കാരനെ സോപ്പിട്ട് അപ്പോഴേക്കും അവള് കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റേ കംപ്ലൈന്റ് കൊടുത്ത ആളുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മിൻസുനെയും കൊണ്ട് കങ്ങ് കാറിൽ പോകുന്ന സമയം അവിടെ ഒരു ചെയിനിലെ പെൻഡന്റിനകത്ത് വെച്ചിരിക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ മിൻസു കാണുന്നു. ആരേത് ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവനല്ല എന്ന് പറയുന്നു.
അപ്പോ വൈഫാണല്ലേ? എടോ, തനിക്ക് വൈഫ് ഉണ്ടായിട്ടാണോ തന്റെ പിറകെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ടും താൻ എന്നെ മൈൻഡ് ആക്കാത്തത് എന്നെല്ലാം അവള് ചോദിക്കുമ്പോ അവനൊന്നും മിണ്ടുന്നില്ല. അല്ല, വൈഫിനി കൂടെ ഇല്ലാത്ത ആളാണോ താൻ? വൈഫ് ഡിവോഴ്സ് ആയതാണോ? അങ്ങനെ ഡിവോഴ്സ് ആയതാണെങ്കിൽ താൻ ഈ ഫോട്ടോ ഇപ്പൊ സൂക്ഷിക്കില്ലല്ലോ എന്ന് വീണ്ടും ഓർത്ത് പറയുന്നവൾ, ഓ മരിച്ചു പോയല്ലേ എന്ന് ഇങ്ങനെ നിസാരമായി പറയുമ്പോഴേക്കും അവൻ സഡൻ ബ്രേക്ക് അടിക്കുമ്പോ അവളുടെ മൂക്ക് ചെന്ന് ഇടിച്ച് അതിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് അവന് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് വീണ്ടും രണ്ടുപേരും ഒന്നിച്ചു പോകുന്ന സമയം വൈഫ് മരിച്ചു പോയെങ്കിലും മൂവ് ഓൺ ചെയ്യണം. നഷ്ടങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. എന്റെ അമ്മ മരിച്ചപ്പോ എനിക്ക് എന്ത് സങ്കടമായിരുന്നു അറിയാവോ? ഞാൻ എന്നിട്ട് ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നില്ലേ എന്നൊക്കെ അവൾ ഇങ്ങനെ പറയുമ്പോ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട വേദനയാണ് അവൾ പങ്കുവെക്കുന്നത് എന്ന ആ ഒരു വലിയ സങ്കടം നിറഞ്ഞ ഭാവത്തില് അവൻ കേട്ടിരിക്കുന്ന സമയമാണ് അവളുടെ ഫോൺ റിംഗ് അടിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്നവൾ ആ പറയമ്മ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ അവനാകെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ആക്ച്വലി അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഓ അബദ്ധമായല്ലോ എന്ന് അവള് മനസ്സിലാക്കുന്നത്. അത് പിന്നെ ഇതെന്റെ അമ്മയല്ല എന്റെ കുഞ്ഞമ്മയാന്നും പറഞ്ഞ് അവള് ഉരുണ്ട് കളിക്കുമ്പോഴേക്കും കാര്യം പിടികിട്ടുന്ന അവൻ അവളെ കാറിൽ നിന്ന് ഇറക്കി വിടുന്നു. അതുകൊണ്ട് തോറ്റു പിന്മാറാൻ തയ്യാറല്ലാതെ മിൻസു പിന്നീട് ഇവർ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓഫീസിലെ ലഞ്ച് ബ്രേക്ക് ടീമില് സ്പെഷ്യൽ ഫുഡൊക്കെ കങ്ങനെ കഴിക്കാനായി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവൻ അതിട്ടു കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് അവിടെ ഉണ്ടായിരുന്ന മറ്റു ചിലര് മേടിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ മിൻസുവിനോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനെ ഇരിക്കാണ് ഒരു ഫാക്ടറിയിൽ നടന്ന തീപിടുത്തം അണയ്ക്കാനായി ഇവരൊക്കെ പോകുന്നത്. അങ്ങനെ അടച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് തിരിച്ചു വരുമ്പോഴാണ് മിസ്സു മിസ്സിംഗ് ആണെന്ന കാര്യം കങ്ങ് തിരിച്ചറിയുന്നത്. കങ്ങ് വേഗം ഒറ്റയ്ക്ക് ആ ഫാക്ടറിയിലേക്ക് പുറപ്പെട്ട് ചെല്ലുമ്പോൾ അവിടെ ബോധം കെട്ട് കിടക്കുന്ന മിസ്സുവിനെ കാണുന്നു. മിസ്സുവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധക്കേട് വരുന്നുണ്ടല്ലോ. അന്ന് ഡ്രിങ്ക്സ് അടിക്കണമെന്ന് പറഞ്ഞപ്പോഴും അവള് ബോധം കെട്ടത് ഒരു അടവാണെന്നാണ് കരുതിയത്. പക്ഷെ അത് ആക്ച്വലി അടവായിരുന്നില്ല. അങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്യാനായി കങ്ങ് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ രണ്ടുപേരും ഒരു മുറിയില് ലോക്കായി പോകുന്നു. കൂടാതെ അവിടെ ആ തീപിടുത്തത്തിന്റെ ചൂടൊക്കെ നനയ്ക്കാനായി കൂളിംഗ് സിസ്റ്റവും ഓൺ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഐസ് ആയിട്ടാണ് അവിടെ തണുപ്പ് വരുന്നത്. രണ്ടുപേരും വല്ലാത്ത അവസ്ഥയിലാവുന്നു. മിസ്സുവിന് അപ്പോഴേക്കും ബോധം വരുന്നുണ്ട്. എങ്കിലും കംപ്ലീറ്റ് ആയി അവള് റിക്കവർ ആയിട്ടില്ല. ആ ഒരു ടീം എന്നെ ഇഷ്ടമാണോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. ഇഷ്ടമാണെന്ന് തന്നെ അവന് പറയേണ്ടിയും വരുന്നു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് പതിയെ അവളുടെ ബോധം പോവാണ്. തുടർന്ന് അവൾക്ക് ആ തണുപ്പ് താങ്ങാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അവന്റെ ഷർട്ടും കൂടി ഊരി അവന്റെ ശരീരത്തിലെ ചൂട് അവൾക്ക് നൽകാനായി നോക്കുന്നു. ഭാഗ്യവശാൽ അവിടേക്ക് ഇവരുടെ മറ്റ് സഹപ്രവർത്തകർ എത്തുന്നത് കൊണ്ട് രണ്ടുപേരും സേഫായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അല്പം കൂടി ഇവർ വരുന്നത് വൈകിയിരുന്നെങ്കിൽ ആകെ പണി പാളിയാണ്. എന്തായാലും അതൊരു തുടക്കമായിരുന്നു. അതിനുശേഷം മിസ്സു ഒരു കാര്യം കാണലിന് വേണ്ടിയാണ് കങ്ങിന്റെ പുറകെ നടന്നതെങ്കിലും അവൾ ശരിക്കും അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അവനും അവളെ ശ്രദ്ധിക്കാനായി തുടങ്ങുന്നു. പലപ്പോഴും അതിങ്ങനെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ അവള് ഹായ് കാണിക്കുമ്പോൾ ഇവനും തിരിച്ച് ഹായ് കാണിക്കുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടെങ്കിലും കാണിക്കാതെ അവൻ മാറി പോകുന്നുണ്ടെങ്കിലും അത് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായി തുടങ്ങുന്നു. ആ ഒരു സമയം മിസ്സു കങ്ങിനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ഒരു വാക്ക് തരണം. ഇങ്ങനെ നിങ്ങളുടെ കാര്യം പോലും ശ്രദ്ധിക്കാതെ അപകടം നിറഞ്ഞ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി ചെന്ന് മറ്റാരെയും രക്ഷിക്കാൻ ശ്രമിക്കില്ലെന്ന്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഞാനൊരു ഫയർ ഫൈറ്റർ അല്ലേന്നെല്ലാം അവനും പറയുന്നു. എങ്കിലേ ഇനി നിങ്ങൾ ആ ഒരു രീതി പോകണ്ട. ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കാം. നിങ്ങൾ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കി സേഫ് ആയിട്ട് ഇരുന്നാൽ മതി എന്ന് അവളും അവനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കാണ് മറ്റൊരു വലിയ പ്രശ്നം നടക്കുന്നത്. അന്ന് മിസ്സു കാരണം വയ്യാണ്ടായെന്ന് ആരോപിക്കുന്ന ആ ഒരു പേഷ്യന്റ് ബ്രെയിൻ ഡെത്തിലേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരു സ്കോപ്പും ഇല്ല എന്ന് പറയുന്ന ഡോക്ടർ ഇവരെ നമുക്ക് ആ വേദനയുടെ ലോകത്ത് നിന്ന് വിട നൽകി ഇവരുടെ അവയവങ്ങൾ ദാനം ചെയ്തുകൂടെ എന്നതിനെ പറ്റി ഹസ്ബൻഡുമായി സംസാരിക്കുമ്പോൾ ഹസ്ബൻഡ് ഒരു 2-3 ദിവസം കൂടി സമയം ചോദിക്കുകയാണ്. തന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് അപ്പോഴേക്കുമെന്നും തനിക്ക് എങ്ങനെ തന്റെ വൈഫിനെ കൊല്ലുക എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്നും പറഞ്ഞ് അയാൾ ആകെ സങ്കടപ്പെടുകയാണ്. ഈ കാര്യം തന്റെ അഡ്വക്കേറ്റ് വഴി മിസ്സുവും അറിയുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും പറ്റും മുന്നേ തന്നെ വേഗം നമുക്ക് വേണ്ട രീതിയിൽ അയാളെ കൊണ്ട് കേസ് മാറ്റിച്ചില്ലെങ്കിൽ പണി പാളും, അല്ലെങ്കിൽ എന്തായാലും ചിലപ്പോ ഈ 3 വർഷം എന്നത് കൂടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ അഡ്വക്കേറ്റ് പറയുമ്പോൾ താൻ ഇതിനു വേണ്ടിയാണ് അങ്ങനെ അപ്രോച്ച് ചെയ്തെങ്കിലും ഇപ്പൊ ആ രീതിയിൽ അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവൾ എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്നു. എന്നാലും മിൻസുവിനെ കാണുന്ന കങ്ങ് അവളുടെ വിഷമത്തിന്റെ കാര്യം തിരക്കുമ്പോൾ അവൾ ഇതേപോലെ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും നീ ചെന്ന് അയാളോട് മാപ്പ് ചോദിക്കണമെന്ന് വൈഫിന്റെ അവസ്ഥയിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഹസ്ബൻഡിന്റെ കാര്യത്തെ പറ്റി കങ്ങ് പറയുമ്പോൾ ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ മാപ്പ് ചോദിച്ചാൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ തന്നെ സമ്മതിക്കുന്ന പോലെ ആവില്ലേ? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമല്ലത്. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഈ കൈ കൊണ്ട് ഞാൻ എത്ര പേരെ രക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ജീവനൊക്കെ പോയെന്നിരിക്കുന്ന മിസ്സു പറയുന്ന ടീം, നീ ഈ കൈ കൊണ്ട് എത്ര പേരെ രക്ഷിച്ചാലും നീ നഷ്ടപ്പെടുത്തിയ ആ ഒരു ജീവനുണ്ടല്ലോ, അതുകൊണ്ട് നീ ഒരു ഡോക്ടർ ആയിരിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞ് അവൾ ഇപ്പോഴും ചെയ്ത തെറ്റ് മനസ്സിലാക്കാനോ അതിന്റെ പേരിൽ പ്രായശ്ചിത്തം ചെയ്യാനോ തയ്യാറാവുന്നില്ല എന്ന കാര്യത്തിൽ അവളോട് ദേഷ്യപ്പെട്ട് തന്നെ കങ്ങ് പോകുന്നു. മിസ്സുവിന് വല്ലാതെ സങ്കടാവുന്നുണ്ട്. കങ്ങ് സത്യം പറഞ്ഞ ഇങ്ങനെ
പറഞ്ഞത് അവന്റെ അനുഭവത്തിൽ നിന്നാണ്. തന്റെ വൈഫ് ആകെ വയ്യാതിരിക്കുക, വേഗം വീട്ടിലേക്ക് വന്നു പറഞ്ഞ് വിളിച്ച സമയം വൈഫിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ താൻ അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന റെസ്ക്യൂ പ്രവർത്തനത്തിൽ മുഴുകിയിരുന്ന കങ്ങ് ആംബുലൻസ് വൈഫിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി വീട്ടിലേക്ക് വിട്ടെങ്കിലും അതും വളരെ ലേറ്റ് ആയിട്ടാണ് അവിടെ ചെന്നത്. അത് മാത്രമല്ല, അപ്പോഴേക്കും തന്റെ ഭാര്യയെ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറ്റബോധം ഇന്നും കങ്ങിന്റെ ഉള്ളിലുണ്ട്. എന്തായാലും കങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഇപ്പൊ മനസ്സ് മാറുന്ന മിസു അയാളെ കാണാനായി ചെല്ലുമ്പോൾ അയാള് ഹോസ്പിറ്റലില് ആത്മഹത്യ ചെയ്യാനായി കെട്ടിത്തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. മിസു വേഗം അയാളെ താത്തിറക്കി CPR ഒക്കെ കൊടുത്തു നോക്കുന്നുണ്ടെങ്കിലും ആദ്യം ഒരു ഫലവുമില്ല. അയാൾ മരിച്ചു എന്ന് പറയുന്ന ഫ്രണ്ട് മിസുവിനെ ഇനി നീ ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് തടയാൻ നോക്കിയിട്ടും മിസു അടങ്ങാതെ വീണ്ടും വീണ്ടും CPR കൊടുത്ത് അയാൾ എങ്ങനെയെങ്കിലും ആ ശ്വാസത്തിന്റെ കണിക അയാളുടെ ഉള്ളിൽ തിരിച്ചു കൊണ്ടുവരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഒരുപാട് ട്രൈ ചെയ്ത് കഴിഞ്ഞ് അയാൾ ഒന്ന് ശ്വാസം എടുക്കുന്നത് കാണുമ്പോൾ മിസ്സുവിന് ഒരുപാട് സന്തോഷമാവുന്നു. അവൾ ഇയാളെയും കൂടി ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ ജീവനോടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. എങ്കിലും തിരിച്ചെത്തുന്ന മിസ്സുവിനും ടീമിനും ഒരു പുതിയ റെസ്ക്യൂ പ്രവർത്തനം ചെയ്യേണ്ടതായി വരുന്നു. അത് റെയിൽവേ ട്രാക്കിൽ നടന്ന ഒരു ആക്സിഡന്റ് ആണ്. അവർ പറ്റുന്ന രീതിയിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഒരു പെൺകുട്ടിയും കൂടി രക്ഷിക്കാനുണ്ട്. ആ പെൺകുട്ടി ഒരു കാറിനകത്ത് കുടുങ്ങി കിടക്കുകയാണ്. പക്ഷെ രക്ഷിക്കാൻ ഇവർക്ക് ഇപ്പോൾ അധികം സമയമില്ല, കാരണം അധികം വൈകാതെ ഒരു ട്രെയിൻ ഇതുവഴി പാസ്സാവും. വേഗം തന്നെ മിസ്സു ആ പെൺകുട്ടിയുടെ പൾസ് ചെക്ക് ചെയ്തിട്ട് പൾസ് വളരെ വീക്കാണ്, രക്ഷിച്ചാലും സർവൈവ് ചെയ്യില്ല, അതുകൊണ്ട് മരണത്തിന് വിട്ടുകൊടുക്കാം എന്ന് പറയുമ്പോൾ പക്ഷെ അതിന് കങ്ങ് തയ്യാറല്ല. കങ്ങ് ഒറ്റയ്ക്ക് നിന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കുന്നു. കാറ് എത്രയും പെട്ടെന്ന് ആ ട്രാക്കിൽ നിന്ന് മാറ്റണം. കങ്ങിന് ഒറ്റയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് സഹപ്രവർത്തകരും കങ്ങ് ആവശ്യപ്പെടുമ്പോൾ ഒരു 50-50 മനസ്സോടെ വന്ന് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ടും പറ്റാതാവുമ്പോൾ അവിടെ കൂടി നിന്ന പൊതുജനങ്ങളും കൂടി എത്തിയാണ് ഒരുവിധം ട്രാക്കിൽ നിന്ന് ആ ട്രെയിൻ വരുന്നതിന് മുന്നേ കാറ് മാറ്റാനായി നോക്കുന്നത്. പൂർണ്ണമായും അത് മാറ്റാൻ സാധിക്കുമെന്ന് ട്രെയിൻ അപ്രോച്ച് ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് ആകെപ്പാടെ വളരെ ടെൻഷൻ നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു അത്. എല്ലാവരും കൂടി മാക്സിമം പരിശ്രമിച്ച് കാർ ആ ട്രാക്കിൽ നിന്ന് മാറ്റുന്നതും ട്രെയിൻ വരുന്നതും തൊട്ടില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ്. സത്യത്തിൽ കങ്ങായിരുന്നു ട്രെയിനിനെ തൊട്ടില്ല എന്ന ആ ഒരു സിറ്റുവേഷനിൽ ചേർന്ന് നിന്നിരുന്നതും. ഇത് കാണുമ്പോൾ മിസുവിന്റെ ഉള്ള ജീവനും കൂടി പോയി. എന്തായാലും ആ പെൺകുട്ടിയെ കാറിൽ നിന്ന് രക്ഷപ്പെടുത്തി ആംബുലൻസിൽ കയറ്റി വിടുന്നുണ്ടെങ്കിലും മിസു പറഞ്ഞ പോലെ പൾസ് വളരെ വീക്ക് ആയിരുന്നത് കൊണ്ട് യാത്രാമധ്യേ മരിക്കുന്നു. ഇതറിയുന്ന കങ്ങിന് ഭയങ്കര സങ്കടം. അവൻ അത്രയും റിസ്ക് എടുത്തത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ചിന്തിച്ചിട്ടാണ്. അവന്റെ സങ്കടം കാണുന്ന അവൾ സാരയില്ല, മാക്സിമം ട്രൈ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ നീ എന്നോട് മിണ്ടണ്ട, നിന്നെ പോലെ ഒരാളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് മുന്നേ നടന്ന വഴക്കിന്റെ പേരിൽ ഇപ്പോഴും അവളോട് പിണങ്ങി നടക്കുകയാണ് കങ്ങ്. അങ്ങനെ മിസ്സു പിന്നീട് സോറി ചോദിക്കാനായി പോകുന്നുണ്ട്. അയാൾ മിസ്സുവിനോട് ഒരിക്കലും ക്ഷമിക്കാൻ തയ്യാറല്ലെന്നും തന്റെ വൈഫിനെ തനിക്ക് നഷ്ടപ്പെടുത്തിയ അവളെ പറ്റി താൻ എന്നും വളരെ ദേഷ്യത്തിൽ വെറുപ്പോടെയും അറുപ്പോടെയുമേ ചിന്തിക്കുകയുള്ളൂ എന്ന് പറയുന്ന അയാൾ നീ ജീവനോടെ ഇരിക്കുന്ന അത്രയും നാള് ഈ കുറ്റബോധം നിന്നെ വേട്ടയാടണം എന്നും ശപിക്കുന്നുണ്ട്. അത് കേൾക്കുന്നവൾ ഒരുപാട് സങ്കടത്തിലാവുന്നു. ഇനിയും താൻ ഡോക്ടറായി ഇരിക്കാൻ പാടില്ല എന്ന് അതോടെ തീരുമാനിക്കുന്നവൾ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്താണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണത് അറിഞ്ഞ അവിടെ രക്ഷാപ്രവർത്തനത്തിന് കങ്ങും കൂട്ടരും പോകുന്നുണ്ട്. മാക്സിമം ആളുകളെ രക്ഷിച്ചെങ്കിലും ഒരു അപ്പൂപ്പൻ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കാണ്. ബാക്കി ഫയർ ഫൈറ്റേഴ്സ് എല്ലാം രക്ഷപ്പെടുത്താൻ ഇനിയും സാധിക്കില്ല, ബാക്കിയും കൂടി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കങ്ങ് ആ മുത്തശ്ശനെ രക്ഷിക്കാനായി നോക്കുന്നുണ്ട്. താൻ ഇപ്പോൾ വളരെ റിസ്കിലാണ് എന്ന് മനസ്സിലാക്കുന്ന കങ്ങിനപ്പോ ലൈഫിന് ഒരു വാല്യൂം കൊടുക്കാതെ മറ്റുള്ളവരെ മാത്രം രക്ഷിക്കാൻ നടക്കരുത് എന്ന് അവനോട് വളരെ സ്നേഹത്തോടെ മിസ്സു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. പക്ഷെ എന്നിട്ടും അവൻ അവിടെ രക്ഷിക്കാനായി നോക്കുന്നതിന്റെ ഇടയിൽ ബാക്കിയും കൂടി ഇടിഞ്ഞു വീണ് ആകെ പ്രശ്നമാവുന്നു. കങ്ങിന് വല്ലതും പറ്റുമോ എന്ന പേടിയിൽ സഹപ്രവർത്തകർ അതിനുശേഷം അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ കങ്ങും ആ മുത്തശ്ശനും മരിച്ചിട്ടില്ല എന്ന് കാണുന്നു. അങ്ങനെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ഇതേ സമയം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ഫയർ ഫൈറ്റർ തന്നെ അപകടത്തിലായി എന്ന രീതിയിൽ ന്യൂസ് പരന്നിട്ടുണ്ടായിരുന്നു. FM വഴി ആ ഒരു ന്യൂസ് കേൾക്കുന്ന മിസു വേഗം തന്നെ വെപ്രാളത്തിൽ അവനെ കാണാനായി പുറപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും ഭാഗ്യവശാൽ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ട കങ്ങ് മിസുവിനെ വല്ലാതെ മിസ് ചെയ്ത് അവളെ കാണാനായി പുറപ്പെടുന്നു. അങ്ങനെ രണ്ടുപേരും റോഡിൽ കൂട്ടിമുട്ടുകയും കണ്ടപാടെ കങ്ങ് വളരെ സ്നേഹത്തിൽ അവളെ എടുത്ത് അവന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അവളും അത് കേട്ട് ഒരുപാട് ഹാപ്പി ആവുന്നു. കാര്യം കാണാനായിട്ടാണ് അവന്റെ പിറകെ കൂടിയതെങ്കിലും അവൾ അതിനോടകം അവനെ വളരെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവനും അവനെ വളരെ കെയർ ചെയ്യുന്ന അവളെ തിരിച്ചും ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇവരിവിടെ ഒന്നിക്കുന്നതും തുടർന്ന് രണ്ടുപേരും ഒന്നിച്ച് ഫയർ ഫൈറ്റേഴ്സായി അവരുടെ ലൈഫ് മറ്റുള്ളവരെ രക്ഷിച്ച് മുന്നോട്ട് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.